കൂട്ടുകാരെ നമസ്കാരം, രാജാണ്. ഇന്നത്തെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യല്ലേ, ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ കൂട്ടുകാരൻ്റെ വണ്ടിക്ക് ഇന്നുണ്ടായ ഒരു ഇൻസിഡൻ്റ് ആണ്. അവൻ്റെ വണ്ടി മേഴ്സിഡസ് ബെൻസ് ആയിരുന്നു കേട്ടോ. വീക്കെൻഡായിട്ട് വണ്ടി ഒരു പാർക്കിങ്ങിൽ പാർക്ക് ചെയ്യാൻ എത്തിയപ്പോഴേക്കും അവിടെ സ്ലോട്ട് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൻ സൈഡിലായിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് വേറൊരു വണ്ടി സ്ലോട്ടിൽ നിർത്തിട്ട് പോയപ്പോഴേക്കും അങ്ങോട്ട് വണ്ടി കയറ്റി പാർക്ക് ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ വണ്ടി മൂവ് ആകുന്നില്ല. ട്രെയിലറിൻ്റെ ബ്രേക്ക് ജാമായിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ വണ്ടിയുടെ ഡിസ്പ്ലേയിൽ അപ്പോൾ ഒരു ഇൻഡിക്കേഷൻ തെളിഞ്ഞു വന്നേ. അപ്പോൾ ഓടി വന്ന വണ്ടി ആയതുകൊണ്ട് എയറും ഫുള്ളായിരുന്നു വണ്ടിയിൽ. അങ്ങനെ അവനെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ അവൻ ചെക്ക് ചെയ്തു കേട്ടോ. എന്താ സംഭവം എന്നൊരു പിടുത്തം കിട്ടുന്നില്ല. അതിൻ്റെ കപ്ലിങ്ങൊക്കെ അഴിച്ച് രണ്ടാമത് റീഫിറ്റ് ചെയ്തൊക്കെ നോക്കി, പക്ഷേ അതൊന്നും ഒരു പിടുത്തം കിട്ടുന്നില്ല എന്താ സംഭവം എന്ന്. അങ്ങനെ അവൻ നേരെ കമ്പനിയിലെ മെക്കാനിക്കിനെ വിളിച്ചപ്പോൾ പുള്ളി അവനോട് പറഞ്ഞ് ട്രെയിലറിൻ്റെ കണക്ടറില്ലേ, ട്രെയിലറിലെ കണക്ടർ ആ ഭാഗത്ത് വരുന്നൊരു വാഷറുണ്ട്, ആ വാഷർ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു അവനോട് അയച്ചിട്ട്. അങ്ങനെ അവനത് ചെക്ക് ചെയ്തപ്പോഴേ ആ വാഷറിന് നല്ല രീതിയിൽ തേയ്മാനം സംഭവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്പെയർ വാഷർ ഉണ്ടായിരുന്നു, ആ വാഷർ അവനെടുത്തിട്ട് മാറ്റി വിട്ട് കഴിഞ്ഞപ്പോഴേക്കും വണ്ടി അത് ഓക്കെ ആയി. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം നമ്മുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കണം. അതിൻ്റെ കാരണം കൊണ്ട് മാത്രമല്ലായിരിക്കും, പക്ഷെ അതുകൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കണം. അതിനുവേണ്ടി ഒന്ന് ഓർപ്പിച്ചാണ് കേട്ടോ. പിന്നെ ഒരു അറിവും ചെറുതല്ലല്ലോ. പിന്നെ നമ്മൾ ഇടയ്ക്ക് അൺകപ്പിൾ ചെയ്യുന്ന സമയം ഉണ്ടാകാൻ നേരത്ത് ആ സമയത്ത് ജസ്റ്റ് ഈ ട്രെയിലറിൽ വരുന്ന ആ കണക്ടറിൻ്റെ അവിടുത്തെ വാഷർ ഒന്ന് ചെക്ക് ചെയ്തേക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റണ്ണിങ്ങിൽ വരെ ഇതിന് ബ്രേക്ക് സഡനായിട്ട് നിൽക്കാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. ഇതൊരു നമ്മുടെ വേറൊരു കൂട്ടുകാരന് ഇതുപോലെ ബ്രേക്ക് സഡനായിട്ട് പിടിച്ച് നിന്നിട്ടുണ്ട് ഹൈവേയിൽ. അപ്പോൾ ആ സമയത്ത് ഹൈവേന്ന് നമുക്ക് എടുത്ത് മാറ്റാൻ വേണ്ടി ആ ഒരു കണക്ടർ ഊരിയിട്ട് കഴിഞ്ഞ് വണ്ടി എടുത്താൽ മൂവ് ആകുമെന്നാണ് അവൻ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ വേറെ എന്തെങ്കിലും അഭിപ്രായമുള്ളവർ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇതിനെപ്പറ്റി അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ താഴത്ത് കമൻ്റായിട്ടൊന്ന് ഇട്ടേക്കുക. പിന്നെ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഡിസ്പ്ലേയിൽ എയർ പ്രഷർ കാണിക്കുകയല്ലേ, എയർ പ്രഷർ കാണിക്കുന്ന ആ പോർഷൻ എടുത്തിട്ട് സൈഡിലേക്കുള്ള ആരോ ഒന്ന് നെക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രെയിലറിലെ ബ്രേക്കിലെ എയർ പ്രഷർ കാണിക്കും. ആ എയർ പ്രഷർ 7 താഴെയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ജാമാകാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഡിസ്പ്ലേയിൽ നോക്കിയാണെങ്കിൽ നമുക്കിത് അറിയാൻ പറ്റും ഇന്ന പോലെ സംഭവം ഉണ്ടെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി മറ്റുള്ളവരിലേക്കും കൂടി എത്തണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാ കൂട്ടുകാരോടും സ്നേഹം മാത്രം.